നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ആക്നി, അതായത് പിമ്പിൾസ്. കൂടുതലും ടീനേജേഴ്സിനാണ് നമുക്കറിയാവുന്ന പോലെ അത് കൂടുതൽ കാണുന്നത്. കുട്ടികളെക്കാട്ടിയും കൂടുതൽ ടെൻഷൻ എപ്പോഴും അത് രക്ഷകർത്താക്കൾക്കാണ്. കൂടുതൽ പേരും ചിന്തിക്കുന്നത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതായത് നമുക്കത് ഹോർമോൺ ചേഞ്ച് കാരണം ഈ ഏജിൽ കോമൺ ആയിട്ട് വരുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ആക്നി ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ അറിയാം, നമ്മൾ നേരത്തെ, അതായത് ഇപ്പോഴാണ് നമ്മൾ സ്കിൻ കെയറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രായമായുള്ളവർ നമുക്ക് കാണാൻ സാധിക്കും പിമ്പിൾസ് വന്നതിൻ്റെ നല്ല കുഴികളും ഒക്കെ സ്കിന്നിൽ കാണുന്നത്. ഇത് ശരിക്കും നമ്മൾ സമയത്ത് ആക്നി ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് ആക്നി ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്ത് അതിനൊരു മെയിൻ്റനൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ സ്കാറിങ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. ആക്നിക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ക്രീംസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ക്ലിനിക്കിൽ വെച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ പീലിംഗ് പോലുള്ള, അതുപോലെ തന്നെ ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ആക്നി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നോക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ ഒരുപാട് ഷുഗർ, അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡ്, ചോക്ലേറ്റ്, നട്ട്സ്, അങ്ങനെയുള്ള ഫുഡൊക്കെ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടും അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.